AR രാജരാജവർമ്മയാണ്. കാലഘട്ടം 1863 മുതൽ 1918 വരെയാണ് കേട്ടോ. അപ്പോൾ അമൃത ഷെർഗിലിനെ കുറിച്ച് കുറച്ച് ഫാക്റ്റുകൾ നമുക്ക് നോക്കാം. 1913 ജനനം. ദണ്ഡി സമരയാത്ര അല്ലേ, മാർച്ച് ഏപ്രിൽ മാസത്തിലായിട്ട് ദണ്ഡി സമരയാത്ര ആരംഭിക്കുന്നതും നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കുന്നതും 1930. സിലിണ്ടർ ആകൃതിയിലുള്ള കോശങ്ങളാണ്, ഇവിടെ കാണാം സിലിണ്ടർ ആകൃതിയിലുള്ള കോശങ്ങളാണ്. കുറുകെ വരകൾ കാണപ്പെടുന്നു, നിങ്ങൾക്ക് ഇവിടെ കാണാമല്ലോ, ഫോട്ടോയിൽ ഇമേജിൽ കാണാമല്ലോ. അടുത്തത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ്? ശക്തികാന്ത ദാസ് ആണ്, എല്ലാവർക്കും അറിയാം. ഹായ് കൂടെ എല്ലാവർക്കും ഇന്ത്യയുടെ സൂപ്പർ സെന്റർ ചലഞ്ചിലേക്ക് സ്വാഗതം. 30 ചോദ്യങ്ങൾ നമുക്ക് വളരെ വേഗം തന്നെ പഠിക്കാം. SCRT NCRT അതുപോലെ ആനുകാലിക ചോദ്യങ്ങൾ, ഒപ്പം തന്നെ PSC ചോദിച്ച ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ചോദ്യങ്ങൾ. ഇത്രയും ചോദ്യങ്ങളാണ് നമ്മുടെ 30 ചോദ്യങ്ങൾ. നമ്മൾ പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കാം, അതിനുശേഷം നമുക്ക് എക്സാമിലേക്ക് പോവാം. ഓക്കെ, ഇതാണ് നമ്മുടെ സൂപ്പർ സെന്റർ ചലഞ്ച്. അപ്പോൾ എല്ലാവരും ഇതുവരെയുള്ള എല്ലാ എപ്പിസോഡുകളും കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ നേരെ ക്ലാസ്സിലേക്ക് പോവാണ്. അപ്പോൾ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കുകയാണ്, ഇനിയും LDC പഠിച്ചു തുടങ്ങാത്തവർ, LGS പഠിച്ചു തുടങ്ങാത്തവർ, അവർക്ക് മുമ്പിൽ ഇനിയും അവസരങ്ങളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് പഠിക്കുക. ഇപ്പോഴും അവസരമുണ്ട്. എൻട്രി ആപ്പിലാണെങ്കിൽ നിങ്ങൾക്ക് 2 കോഴ്സുകൾ അവൈലബിൾ ആണ്. റെക്കോർഡ് കോഴ്സും ഉണ്ട്, അതേപോലെ തന്നെ എൻട്രിയിൽ മെൻറ്റർഷിപ്പുള്ള ബാച്ചും ആരംഭിച്ചിട്ടുണ്ട്. വിനി മിസ്സിൻ്റെ ലാസ്റ്റ് ബാച്ച് തുടങ്ങാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിൽ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്കൊക്കെ തന്നെ താഴെ ഒരു ഫോം ഉണ്ട്, ആ ഫോം ഫില്ല് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് മറക്കണ്ട. അപ്പോൾ നമ്മൾ നേരെ കാര്യത്തിലേക്ക് പോവുകയാണ്. നമ്മുടെ ആദ്യത്തെ ചോദ്യം പോകുന്നത് AR രാജരാജവർമ്മയെക്കുറിച്ചാണ്. 10ാം ക്ലാസ് മലയാളം പാഠപുസ്തകത്തിൽ AR രാജരാജവർമ്മയെക്കുറിച്ച് പറയുന്നുണ്ട്. കഴിഞ്ഞൊരു എപ്പിസോഡിൽ നമ്മൾ രാജാ രവിവർമ്മയെക്കുറിച്ച് പഠിച്ചു. അത് ചിത്രകാരനാണ്, പക്ഷേ ഇത് എഴുത്തുകാരനായിട്ടുള്ള AR രാജരാജവർമ്മയാണ്. കാലഘട്ടം 1863 മുതൽ 1918 വരെയാണ് കേട്ടോ. അപ്പോൾ ജനിച്ചത് നമ്മുടെ ചങ്ങനാശ്ശേരിയിലാണ് ജനനം. കേരള പാണിനി എന്നറിയപ്പെടുന്നു. സ്ഥിരമായി PSC ചോദിക്കുന്നതാണ്, കേരള പാണിനി ആരാണ്? AR രാജരാജവർമ്മയാണ്. അപ്പോൾ കേരള പാണിനി എന്നറിയപ്പെടുന്ന AR രാജരാജവർമ്മ ചങ്ങനാശ്ശേരിയിൽ 1863 ജനിക്കുന്നു. അധ്യാപകനാണ്, അതൊരു സംസ്കൃത പാഠശാല ഇൻസ്പെക്ടറാണ്, സംസ്കൃത കോളേജ് പ്രിൻസിപ്പൽ തുടങ്ങിയ പദവികൾ വഹിച്ചിട്ടുണ്ട്. കേരള പാണിനീയം വളരെ പ്രധാനപ്പെട്ട കൃതിയാണ്. നമ്മുടെ AR രാജരാജവർമ്മയെക്കുറിച്ച് PSC ചോദിക്കുന്നെങ്കിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കൃതി എന്ന് പറയുന്നത് ഈ കേരള പാണിനീയമാണ് കേട്ടോ. അപ്പോൾ കേരള പാണിനീയം, അതുപോലെ തന്നെ ഭാഷാഭൂഷണം, വൃത്തമഞ്ജരി, സാഹിത്യസാഹ്യം, ശബ്ദശോധിനി, മധ്യമ വ്യാകരണം തുടങ്ങിയ ഭാഷയ്ക്ക് അടിസ്ഥാനം നൽകിയ പ്രാമാണിക കൃതികളും, അതുപോലെ തന്നെ ഭാഷാ കുമാരസംഭവം, മലയാള ശാകുന്തളം, PSC ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ആണ്, മലയാള ശാകുന്തളം, മലയവിലാസം, പ്രസാദമാല തുടങ്ങിയ കൃതികളും നമ്മുടെ AR രാജരാജവർമ്മയുടെ കൃതികളാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ, ഒന്ന് കൃതികൾ, കേരള പാണിനീയം, അതുപോലെ മലയാള ശാകുന്തളം, ഇതൊക്കെ സ്ഥിരമായിട്ട് AR രാജരാജവർമ്മയിൽ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഇനി AR രാജരാജവർമ്മയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് PSC ചോദിച്ചിട്ടുള്ള മറ്റ് ചില പ്രധാനപ്പെട്ട ഫാക്റ്റുകൾ പറയാം. അതിലൊന്ന് കേരള പാണിനീയമാണ്. മലയാള വ്യാകരണത്തിൻ്റെ അടിത്തറ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കൃതിയാണ്. അതുപോലെ തന്നെ മലയാളത്തിലെ ആദ്യത്തെ ആധികാരിക വ്യാകരണ ഗ്രന്ഥമായി കണക്കാക്കുന്ന കൃതിയും ഏത് തന്നെയാണ്? കേരള പാണിനീയം തന്നെയാണ്. മറ്റൊന്ന്, കുമാരനാശാൻ്റെ നളിനി എന്ന കൃതിക്ക് അവതാരിക എഴുതിയത് ആരാണ്? ഈ AR രാജരാജവർമ്മയാണ്. അതോടൊപ്പം AR രാജരാജവർമ്മയുടെ നിര്യാണത്തിൽ അനുശോചിച്ചുകൊണ്ടാണ് കുമാരനാശാൻ പ്രരോദനം എന്ന് പറയുന്ന കൃതി രചിച്ചത്. AR രാജരാജവർമ്മയുടെ നിര്യാണത്തിൽ അനുശോചിച്ചുകൊണ്ടാണ്. അപ്പോൾ AR രാജരാജവർമ്മയെ പഠിക്കുമ്പോൾ പാഠപുസ്തകത്തിലുള്ള ഈ പോയിന്റിൽ ഇത്രയും കാര്യങ്ങൾ നമുക്ക് അത്യാവശ്യം അറിഞ്ഞിരിക്കണം. ഓക്കെയാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. രണ്ടാമത്തത് നമ്മളുടെ ആർട്സ് എന്ന് പറയുന്ന സ്കൂൾ പാഠപുസ്തകത്തിലെ നമ്മുടെ ആ ഒരു ഭാഗത്ത് അവിടെ അമൃത ഷെർഗിൽ എന്ന് പറയുന്ന ഒരു ചിത്രകാരിയെ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അമൃത ഷെർഗിലിനെ കുറിച്ച് കുറച്ച് ഫാക്റ്റുകൾ നമുക്ക് നോക്കാം. 1913 ജനനം, 1941 മരണം. വളരെ കുറച്ച് കാലം മാത്രമേ ജീവിക്കാൻ കഴിഞ്ഞുള്ളൂ. അപ്പോൾ അവിടെ ഇന്ത്യൻ ചിത്രകാരികളിൽ പ്രമുഖയായിട്ടുള്ള അമൃത ഷെർഗിൽ 1917 ജനുവരി 30 ഹംഗറിയിലെ ബുഡാപെസ്റ്റിലാണ് ജനിക്കുന്നത്. അപ്പോൾ ഫാദർ നമ്മളിവിടെ ഇന്ത്യക്കാരനാണ്, മദർ ഹംഗറിക്കാരിയാണ്. ഓക്കെ, അപ്പോൾ ജനിക്കുന്നത് ഹംഗറിയിലാണെങ്കിലും അവർ പിന്നീട് വരുന്ന 1921 ഇന്ത്യയിൽ എത്തുകയുണ്ടായി. അമൃത ഷെർഗിൽ 1921 ഇന്ത്യയിൽ വരുന്നു. കേവലം ഒരു ദശകം കൊണ്ട് ചിത്രകലയിൽ തനതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ച അമൃത 20ാം നൂറ്റാണ്ടിലെ ചിത്രകലയിൽ 20ാം നൂറ്റാണ്ടിലെ ചിത്രകലയിൽ പുതിയ ആവിഷ്കാര രീതിക്കുടമയായ പ്രമുഖ ചിത്രകാരി, അതുപോലെ തന്നെ നവീന ഇന്ത്യൻ ചിത്രകലയിലെ അഗ്രഗാമി എന്നീ നിലകളിലൊക്കെ വിശേഷിപ്പിക്കപ്പെടാൻ തുടങ്ങിയാണ്. പിന്നീട് വധുവിൻ്റെ പ്രധാനപ്പെട്ട വരകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വധുവിൻ്റെ ചമയം, യാചകർ, ഗ്രാമീണർ, മദർ ഇന്ത്യ, ബ്രഹ്മചാരികൾ, ഹൽദി തയ്യാറാക്കുന്നവർ, സിഖ് ഗായകർ എന്നിവ പ്രശസ്ത സൃഷ്ടികളാണ്. 1941 ഡിസംബർ 5 28ാമത്തെ വയസ്സിലാണ് അമൃത ഷെർഗിൽ അന്തരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, 28ാമത്തെ വയസ്സിൽ തന്നെ ഇന്ത്യയുടെ ചിത്രകലയിൽ അറിയപ്പെട്ട ഒരു വനിതയായി മാറാൻ
അമൃത ഷെർഗിലിന് കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാഠപുസ്തകത്തിലുള്ളതാണ്. നമുക്ക് പല PSC പരീക്ഷകളിലും അമൃത ഷെർഗിലുമായി ബന്ധപ്പെട്ട് ചോദ്യം വരാറുണ്ട്. നമുക്കറിയാം കലാകായിക സംസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് ഇന്നത്തെ പരീക്ഷയിൽ അല്ലേ. LDC പരീക്ഷയിലാണ്, ഡിഗ്രിയിലാണ്, എല്ലാത്തിലും അത് നമുക്ക് ഈ ഒരു ടോപ്പിക് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പേര് നമ്മൾ വിടാതെ പിടിച്ചോ. അമൃത ഷെർഗിൽ അവരുടെ പ്രധാനപ്പെട്ട രചനകൾ, ചിത്രങ്ങൾ പ്രധാനമായിട്ടും വധുവിൻ്റെ ചമയം, യാചകർ, ഗ്രാമീണർ, മദർ ഇന്ത്യ, ബ്രഹ്മചാരികൾ, ഹൽദി തയ്യാറാക്കുന്നവർ, സിഖ് ഗായകർ, ഇതാണ് പ്രധാനപ്പെട്ട ചിത്രങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. യെസ്, ഇനി നമ്മൾ അടുത്ത മൂന്നാമത്തേലേക്ക് പോവുകയാണ്. നമ്മൾ മൂന്നാമത്തേത് പോകുന്നത് സ്പെഷ്യലൈസ്ഡ് ബാങ്ക്സ് എന്നും പറഞ്ഞിട്ട് നമ്മുടെ പാഠപുസ്തകത്തിൽ ഒരു പ്രത്യേക കോളം തന്നിട്ട് ചില ബാങ്കുകളെ തന്നിട്ടുണ്ട്. 3 ബാങ്കുകളെ തന്നിട്ടുണ്ട്. അതിലൊന്നാണ് ഈ എക്സിം ബാങ്ക് ഓഫ് ഇന്ത്യ, അതായത് എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് ഓഫ് ഇന്ത്യ. അതാണ് എക്സിം ബാങ്ക് എന്ന് പറയുന്നത്. എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് ഓഫ് ഇന്ത്യ, അതുപോലെ തന്നെ സിഡ്ബി, നബാർഡ്, ഇങ്ങനെ 3 ബാങ്കുകളെക്കുറിച്ച്, 3 സ്പെഷ്യലൈസ്ഡ് ബാങ്കുകളെക്കുറിച്ച് നമ്മുടെ പാഠപുസ്തകത്തിൽ പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ ആ ഓരോന്നിൻ്റെയും സവിശേഷത നോക്കാം. ആദ്യം പറഞ്ഞ എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് ഓഫ് ഇന്ത്യ അഥവാ എക്സിം ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സവിശേഷതകൾ: ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കുന്നതിനും ഇറക്കുമതി ചെയ്യുന്നതിനും വായ്പ നൽകുക എന്നുള്ളതാണ്. ആ പേര് തന്നെ ഉണ്ടല്ലോ, എക്സ്പോർട്ട് ഇമ്പോർട്ട്, അതിൽ തന്നെ ഉണ്ട്. അതുപോലെ തന്നെ ഈ മേഖലകളിലേക്ക് കടന്നു വരുന്ന വ്യക്തികൾക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുക എന്നുള്ളതാണ് എക്സിം ബാങ്ക് ഓഫ് ഇന്ത്യയുടെ, അതായത് എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സവിശേഷതകൾ എന്ന് പറയുന്നത്. അടുത്തത് സിഡ്ബി ആണ്, സ്മാൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അതാണ് സിഡ്ബിയുടെ പൂർണ്ണ രൂപം എന്ന് പറയുന്നത്. ഇന്ത്യൻ ചെറുകിട വ്യവസായ വികസന ബാങ്ക് എന്ന് മലയാളത്തിൽ പറയും. സവിശേഷത ഇതാണ്, പേരിൽ തന്നെയുണ്ട്, പുതിയ ചെറുകിട വ്യവസായം തുടങ്ങാനും വ്യവസായങ്ങൾ ആധുനികവൽക്കരിക്കാനും സഹായം നൽകുന്നു. ഗ്രാമീണ വ്യവസായത്തെ ഉണർത്തുകയാണ് പ്രധാനമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ സിഡ്ബിയുടെ പ്രാധാന്യം അല്ലെങ്കിൽ സവിശേഷതകൾ. ഇനി അടുത്ത് നമ്മൾ നബാർഡിലേക്ക് വന്നു കഴിഞ്ഞാൽ, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്, എല്ലാം അതിൻ്റെ പേരിൽ തന്നെയുണ്ട്. ഗ്രാമീണ വികസനത്തിനും കാർഷിക വികസനത്തിനുമായി പ്രവർത്തിക്കുന്ന ഇന്ത്യയുടെ പരമോന്നത ബാങ്കാണ് നബാർഡ് എന്ന് പറയുന്നത്. അതുപോലെ ഗ്രാമീണ വികസനത്തിനായി പ്രവർത്തിക്കുന്ന ബാങ്കുകളെ ഏകോപിപ്പിക്കുന്ന ബാങ്കാണിത്. കൃഷി, കൈത്തൊഴിൽ, ചെറുകിട വ്യവസായം തുടങ്ങിയവയ്ക്ക് സാമ്പത്തിക സഹായം നൽകുന്നതും നബാർഡാണ്. ഈ 3 കാര്യങ്ങൾ വളരെ പ്രധാനമായിട്ട് ഓർത്തിരിക്കുക. നബാർഡുമായി ബന്ധപ്പെട്ട് എപ്പോഴും ഒരു ചോദ്യം ചോദിക്കാറുണ്ട്. എനിക്ക് നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാറുണ്ട്, നബാർഡ് സ്ഥാപിതമായ വർഷം എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാമോ? യെസ്, നമ്മൾ അടുത്തയിലേക്ക് പോവാണ്. അടുത്ത നമ്മൾ ഹയർ സെക്കൻഡറി, നമ്മുടെ +2 പാഠപുസ്തകത്തിലേക്ക് ഒന്ന് കയറുകയാണ്. +2 പാഠപുസ്തകത്തിൽ +2ലെ ഹിസ്റ്ററിയിൽ ഇന്ത്യൻ ചരിത്രവുമായി ബന്ധപ്പെട്ടൊരു കാലരേഖ കൊടുക്കുന്നുണ്ട്. ആ കാലരേഖ നമുക്കൊന്ന് നോക്കാം. അത്രയും വർഷങ്ങൾ നമുക്കൊന്ന് ഓടിച്ചിട്ട് നോക്കാം. ഇത് ഓർഡറിൽ ചിലപ്പോൾ PSC ചോദിക്കുകയാണ്, ഇത് കാലഗണന അടിസ്ഥാനത്തിൽ ഒന്ന് തിരിക്കൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പല ചോദ്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ നോക്കുക. അപ്പോൾ നമുക്ക് നോക്കാം. 1915 മുതൽ നമ്മൾ തുടങ്ങിയാണ്. 1915 മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും തിരികെ എത്തിയത് 1915 1917 ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹ സമരം ഏതാണ്? ചമ്പാരൻ സത്യാഗ്രഹ സമരം 1917 നടക്കുന്നു. 1918 ഖേദ, ഗുജറാത്തിലെ ഖേദയിലെ കർഷക സമരവും അഹമ്മദാബാദിലെ തൊഴിലാളി സമരവും ഗാന്ധിജി നേതൃത്വം കൊടുക്കുന്ന മറ്റു 2 സമരങ്ങളാണ്. അപ്പോൾ ഇത് 1918 ഈ 2 സമരങ്ങൾ നടക്കുന്നത് അല്ലേ. അപ്പോൾ ചമ്പാരൻ സമരം 1917, 18 ഖേദ കർഷക സമരം, അതുപോലെ അഹമ്മദാബാദിലെ തൊഴിലാളി സമരം നടക്കുന്നു. 1919 റൗലറ്റ് സത്യാഗ്രഹം, മാർച്ച് ഏപ്രിൽ മാസത്തിലായിട്ടാണ് റൗലറ്റ് സത്യാഗ്രഹം നടക്കുന്നു. 1919 തന്നെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല അല്ലേ, പഞ്ചാബിൽ അമൃത്സറിൽ നമുക്കറിയാം ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുന്നത് ഏപ്രിലാണ്, 1919. അതുപോലെ 1921 നിസ്സഹകരണ ഖിലാഫത്ത് പ്രസ്ഥാനങ്ങൾ ഉയർന്നു വരികയാണ്. 1921 നിസ്സഹകരണം, അതുപോലെ ഖിലാഫത്ത് പ്രസ്ഥാനം. 1928 ബർദോളി കർഷക സമരം വരുന്നു. 1929 ലാഹോർ സമ്മേളനത്തിൽ, ഡിസംബറിലാണ് ലാഹോർ സമ്മേളനം നടക്കുന്നത് അല്ലേ. പൂർണ്ണ സ്വരാജ് പ്രമേയം, കോൺഗ്രസിന്റെ ലക്ഷ്യമായിട്ട് പൂർണ്ണ സ്വരാജ് അംഗീകരിക്കുന്നത് 1929 ജവഹർലാൽ നെഹ്റു അധ്യക്ഷനായിട്ടുള്ള ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിലാണ്. 1930 ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ വീണ്ടും മറ്റൊരു പ്രസ്ഥാനം ആരംഭിക്കുന്നു, നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കുന്നു. ദണ്ഡി സമരയാത്ര അല്ലേ, മാർച്ച് ഏപ്രിൽ മാസത്തിലായിട്ട് ദണ്ഡി സമരയാത്ര ആരംഭിക്കുന്നതും നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കുന്നതും 1930 1931 ഗാന്ധി ഇർവിൻ സന്ധി മാർച്ചിൽ വരുന്നു. അതേപോലെ തന്നെ ഡിസംബറിൽ 2ാം വട്ടമേശ സമ്മേളനം നടക്കുന്നു. 1930 1ാം വട്ടമേശ സമ്മേളനം, 231 32 3ാം വട്ടമേശ സമ്മേളനം. അപ്പോൾ 1931 2ാം വട്ടമേശ സമ്മേളനം, മാറിപ്പോരുത്. 1935 ഇന്ത്യ ഗവൺമെന്റ് നിയമം വരുന്നു, ചില തരത്തിലുള്ള ഒരു പ്രാതിനിധ്യ സർക്കാർ രൂപീകരിക്കണമെന്നുള്ള വാഗ്ദാനം നൽകുന്നു. ഇതെല്ലാം 1935 1939 കോൺഗ്രസ് മന്ത്രിസഭകൾ രാജിവെക്കുന്നു. 42 ഗാന്ധിജിയുടെ നേതൃത്വത്തിലുള്ള 3ാമത്തെ ബഹുജന പ്രക്ഷോഭം, ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിക്കുന്നു ഓഗസ്റ്റിൽ 1942. 1946 വർഗീയ കലാപം അവസാനിപ്പിക്കാൻ ഗാന്ധിജി നൗഖാലിയിലും മറ്റ് കലാബാധിത പ്രദേശങ്ങളിലും സന്ദർശിക്കുന്നു 1946. ഇത്രയാണ് നമ്മുടെ പാഠപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന പ്രധാനപ്പെട്ട വർഷങ്ങളും സംഭവങ്ങളും എന്ന് പറയുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട്
കാലഗണന അടിസ്ഥാനത്തിൽ നമുക്ക് ചോദ്യങ്ങൾ വരാം. ഓക്കെ, അടുത്ത 5ലേക്ക് പോവുകയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ഗോതമ്പും അരിയും അതുപോലെ ചോളവും ഒക്കെ നമ്മൾ പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ തന്നെ നമ്മൾ ഖാരിഫ് വിളയാണ്, അതുപോലെ ഇത് റാബി വിളയാണെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഇത് തന്നെ നമ്മുടെ പാഠപുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ടല്ലേ, ഓരോ വിളകളും അതിൻ്റെ പ്രാധാന്യവും ഏതൊക്കെയാണ് വിളകളെന്ന് കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം പ്രധാനമായിട്ടും കാർഷിക കാലങ്ങൾ ഖാരിഫ് ഉണ്ട്, റാബി ഉണ്ട്, സെയ്ദ് ഉണ്ട് അല്ലേ. കാർഷിക കാലങ്ങൾ നമുക്ക് 3ആയി തരം തിരിക്കാം. ഖാരിഫ് വിളകൾ, റാബി, സെയ്ദ് എന്ന് തരംതിരിക്കാം. ഇനി ഈ ഖാരിഫ് കാർഷിക കാലത്തിൽ വിളയിറക്കുന്ന കാലം ഏതാണ്? ജൂൺ മാസമാണ്. അതായത് മൺസൂണിൻ്റെ ആരംഭം ജൂൺ മാസത്തിലാണ് നമ്മൾ ഖാരിഫ് വിളകളുടെ വിളയിറക്കൽ കാലം. വിളവെടുപ്പ് കാലം നവംബർ ആദ്യവാരം, അതായത് മൺസൂണിൻ്റെ അവസാനമാണ്. മൺസൂണിൻ്റെ ആരംഭത്തിൽ നമ്മൾ വിളയിറക്കുന്നതാണ് ഖാരിഫ്. അത് നമ്മൾ വിളവെടുക്കുന്നത് നവംബറിലാണ്, അതായത് മൺസൂണിൻ്റെ അവസാനത്തിലാണ്. അപ്പോൾ ജൂൺ നവംബർ മറക്കണ്ട. പ്രധാനപ്പെട്ട ഖാരിഫ് വിളകൾ ഏതൊക്കെയാണ്? നെല്ലുണ്ട്, ചോളമുണ്ട്, പരുത്തിയുണ്ട്, തിനവിളകളുണ്ട്, ചണമുണ്ട്, കരിമ്പുണ്ട്, നിലക്കടലയുണ്ട്. അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട ഖാരിഫ് വിളകളാണ് നെല്ല്, ചോളം, പരുത്തി, തിനവിളകൾ, ചണം, കരിമ്പ്, നിലക്കടല. ഇനി നമുക്ക് റാബിയിലേക്ക് വരികയാണ്. റാബി സീസണിലേക്ക് വരികയാണെങ്കിൽ അതിന് വിളയിറക്കൽ കാലം ഏതാണ്? ശൈത്യകാലാരംഭമാണ്. നവംബറിൻ്റെ മധ്യത്തിലാണ് റാബി വിളകൾ വിളയിറക്കുന്നത്. ദെൻ വിളവെടുപ്പ് നടത്തുന്നത് വേനലിൻ്റെ ആരംഭത്തിലാണ്, അതായത് മാർച്ചിലാണ് റാബി വിളകളുടെ വിളവെടുപ്പ് എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട റാബി വിളകൾ ഏതൊക്കെയാ? ഗോതമ്പ്, പുകയില, കടുക്, പയറുവർഗ്ഗങ്ങൾ, ഇവയാണ് പ്രധാനപ്പെട്ട റാബി വിളകൾ. ഇനി നമ്മൾ സെയ്ദിലേക്ക് പോകണം. ഏറ്റവും ലാസ്റ്റത്തെ കാർഷിക കാലമാണ് സെയ്ദ് എന്ന് പറയുന്നത്. സെയ്ദിൻ്റെ വിളയിറക്കൽ കാലം മാർച്ചാണ്. മാർച്ചിൽ വേനലിൻ്റെ ആരംഭത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ സെയ്ദ് വിളവിറക്കുന്നു. വിളവെടുപ്പ് നടത്തുന്നത് ജൂൺ മാസത്തിൽ, അതായത് മൺസൂണിൻ്റെ ആരംഭത്തിൽ ജൂൺ മാസത്തിൽ നമ്മൾ വിളവെടുപ്പ് നടത്തുന്നു അല്ലേ. നമ്മളപ്പോൾ ഈ കാലങ്ങൾ ഓരോ മാസങ്ങൾ അവിടെ നോക്കിക്കഴിഞ്ഞാൽ പരസ്പരം കണക്ട് ചെയ്തിരിക്കുകയാണല്ലേ. ഒന്ന് കഴിയുമ്പോൾ അടുത്ത് തുടങ്ങുകയാണ്. അപ്പോൾ അത്തരത്തിൽ 3 കാർഷിക കാലങ്ങൾ. അപ്പോൾ സെയ്ദ് പ്രധാനമായിട്ടും വിളകളെന്ന് പറയുന്നത് പഴവർഗ്ഗങ്ങളും പച്ചക്കറികളുമാണ്. പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും എന്ത് വിളകളാണ്? അത് സെയ്ദ് വിളകളാണ്. സെയ്ദ് കാലത്തുള്ള വിളകളാണ്. ഓക്കെ, അപ്പോൾ ഖാരിഫായി, റാബിയായി, സെയ്ദായി. ഏത് വിളവറക്കൽ കാലം പറഞ്ഞു, വിളവെടുപ്പ് കാലം പറഞ്ഞു, നമ്മൾ പ്രധാനപ്പെട്ട വിളകൾ നമ്മൾ പറഞ്ഞു. ഇനി അതിനകത്ത് പ്രധാനപ്പെട്ട ഖാരിഫ് വിളയായിട്ടുള്ള പരുത്തി, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഖാരിഫ് വിളയായിട്ടുള്ള നാരി വിള കൂടിയായിട്ടുള്ള പരുത്തി. ആ പരുത്തിയെ കുറിച്ചിട്ട് പാഠപുസ്തകത്തിൽ കുറേയധികം പോയിന്റുകൾ തരുന്നുണ്ട്. ആ പോയിന്റുകളൊക്കെ നമുക്കൊന്ന് നോക്കാം. പരുത്തി എന്ന് കേട്ടാൽ നമ്മുടെ ഓടി വരേണ്ട പ്രധാനപ്പെട്ട പോയിന്റുകൾ: 1, ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായമാണ് പരുത്തി തുണി വ്യവസായം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായമാണ് പരുത്തിത്തുണി വ്യവസായം. മഞ്ഞ് വീഴ്ചയില്ലാത്ത വളർച്ചാക്കാലവും 20 മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയും ചെറിയ തോതിൽ വാർഷിക വർഷപാതവും പരുത്തി കൃഷിക്ക് ആവശ്യമാണ്. ഓക്കെ, അപ്പോൾ 20 മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില വേണം, ചെറിയ തോതിൽ വാർഷിക വർഷപാതവും പരുത്തി കൃഷിക്ക് അനുയോജ്യമാണ്. അടുത്തത് കറുത്ത മണ്ണും എക്കൽ മണ്ണുമാണ് ഏറ്റവും അനുയോജ്യം. ഓക്കെ, കറുത്ത മണ്ണും എക്കൽ മണ്ണുമാണ് പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യം. വസ്ത്രനിർമ്മാണ രംഗത്ത് ലോകവ്യാപകമായി ഉപയോഗിക്കുന്നതിനാൽ പരുത്തിയെ നമ്മൾ യൂണിവേഴ്സൽ ഫൈബർ എന്നാണ് വിളിക്കുന്നത് അല്ലേ. പരുത്തി അഥവാ കോട്ടൺ നമ്മൾ വിളിക്കുന്നത് എന്താ? യൂണിവേഴ്സൽ ഫൈബർ എന്നാണ് നമ്മൾ പരുത്തി വിളിക്കുന്നത്. ഇനി പരുത്തി ഉൽപ്പാദനത്തിൽ ഇന്ത്യക്ക് 4ാം സ്ഥാനമാണുള്ളത്. ഇന്ത്യയുടെ സ്ഥാനം എത്ര? ഇന്ത്യക്ക് 4ാം സ്ഥാനമാണ് പരുത്തി ഉൽപ്പാദനത്തിലുള്ളത്, കോട്ടൺ ഉൽപ്പാദനത്തിലുള്ളത്. ഇനി അടുത്തത്, ഇന്ത്യയിലെ ആദ്യത്തെ പരുത്തി തുണി മിൽ സ്ഥാപിതമായത് 1918 അത് കൊൽക്കത്തയ്ക്ക് സമീപമുള്ള ഫോർട്ട് ഗ്ലാസ്റ്ററിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് പരുത്തി തുണി മില്ല് സ്ഥാപിതമാകുന്നത്. എന്നാൽ വൻതോതിൽ ഉൽപ്പാദനം ആരംഭിക്കുന്നത് 1854 മുംബൈയിലാണ് വൻതോതിൽ ഉൽപ്പാദനം ആരംഭിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാന പരുത്തി തുണി ഉൽപ്പാദന കേന്ദ്രം മുംബൈ ആയതിനാൽ ഈ നഗരത്തെ, നമ്മുടെ മുംബൈ നഗരത്തെ കോട്ടണോപോളിസ് എന്നാണ് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. നമുക്ക് ഈ അടുത്ത് നടന്ന PSC പരീക്ഷയിലും ചോദിച്ചു അല്ലേ, കോട്ടണോപോളിസ് എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണെന്ന്, സ്ഥലം ഏതാണെന്ന് ചോദിച്ചു. മുംബൈ ആണ്. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇന്ത്യയിലെ ഏറ്റവും പ്രധാന പരുത്തി തുണി ഉൽപ്പാദന കേന്ദ്രം മുംബൈ ആയതുകൊണ്ടാണ് മുംബൈയെ നമ്മൾ കോട്ടണോപോളിസ് എന്ന പേരിൽ വിളിക്കുന്നത്. ഇനി മുംബൈ കഴിഞ്ഞാൽ ഗുജറാത്തിലെ അഹമ്മദാബാദാണ് പ്രധാന പരുത്തി തുണി വ്യവസായ കേന്ദ്രം. ഇത്രയും പോയിന്റുകൾ നമ്മുടെ പാഠപുസ്തകത്തിലുള്ളതാണ്. ഇനി പാഠപുസ്തകത്തിൽ ഇല്ലാത്തൊരു പോയിന്റ് പറയട്ടെ. നിലവിൽ ഇന്ത്യയിൽ പുതിയ കണക്ക് പ്രകാരം ഏറ്റവും കൂടുതൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം മഹാരാഷ്ട്രയല്ല, അത് ഗുജറാത്താണ് കേട്ടോ. 1ാം സ്ഥാനം ഗുജറാത്തിനാണ്, 2ാം സ്ഥാനം മഹാരാഷ്ട്രയ്ക്കാണ്, 3ാം സ്ഥാനം തെലങ്കാനയ്ക്കാണ്. അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാ? ഗുജറാത്താണ്. 2 ഏതാ? മഹാരാഷ്ട്രയാണ്. 3 ഏതാ? തെലങ്കാനയാണ്. ക്ലിയർ ആണല്ലോ. അപ്പോൾ അതും ഇനി നമ്മൾ അടുത്ത എന്തിലേക്കാണ് പോകുന്നത്? ഇരുമ്പുരുക്ക് ശാലകൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലം, സവിശേഷതകൾ. ഇതേപോലെ സാധനം ഒരു പട്ടിക എന്തുകൊണ്ട് നമ്മുടെ പാഠപുസ്തകത്തിലുണ്ട്. അപ്പോൾ അതിലേക്കൊന്ന് പോവുകയാണ്.
നമ്മൾ കഴിഞ്ഞ തവണ ഇരുമ്പുരുക്ക് വ്യവസായത്തെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു, പ്രധാനപ്പെട്ട പോയിന്റുകൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഇത്തവണ നമ്മൾ ഇരുമ്പുരുക്ക് ശാലകൾ നമുക്ക് നോക്കാം. ആദ്യം തന്നെ ടിസ്കോയാണ്. ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനിയാണ് ടിസ്കോ. എന്താ, എവിടെയാ? ജാർഖണ്ഡിലെ ജംഷഡ്പൂരിലാണ്. എന്താ പ്രാധാന്യം? ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായ ശാലയാണ് ടിസ്കോ അഥവാ ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി. ഓക്കെ, അപ്പോൾ അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ജാർഖണ്ഡിലെ ജംഷഡ്പൂർ ആണ്. അടുത്ത രണ്ടാമത്തത് ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. അത് കുൾട്ടിയാണ്. കുൾട്ടി, ബർൺപൂർ, ഹിരാപൂർ പശ്ചിമ ബംഗാളിലാണ്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ പ്രാധാന്യം പൊതുമേഖലയിലെ ആദ്യ ഇരുമ്പുരുക്ക് വ്യവസായ ശാലയാണ് ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി എന്ന് പറയുന്നത്. ഓക്കെയാണ്, അത് പശ്ചിമ ബംഗാളിലാണ്. പശ്ചിമ ബംഗാളിലെ കുൾട്ടി, ബർൺപൂർ, അതുപോലെ ഹിരാപൂർ. ഇനി അടുത്തത് വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ്. അത് കർണാടകത്തിലാണ്, കർണാടകത്തിലെ ഭദ്രാവതിയിലാണ്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായ ശാലയാണ് വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ് എന്ന് പറയുന്നത്, ഭദ്രാവതി, കർണാടകം. ഓക്കെ, അടുത്തത് നമുക്കറിയാം, അടുത്തൊക്കെ നമ്മൾ എപ്പോഴും കാണാറുള്ളതാണ് ഭിലായി, റൂർക്കേല, ദുർഗാപൂർ, ബൊക്കാറോ. നമ്മൾ എപ്പോഴും കാണും, ക്വസ്റ്റ്യൻ പേപ്പറിൽ എപ്പോഴും കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ അവിടെ ഭിലായി ഹിന്ദുസ്ഥാൻ ലിമിറ്റഡ് സ്റ്റീൽ ലിമിറ്റഡ് ഛത്തീസ്ഗഡിലാണ്. ഛത്തീസ്ഗഡിലെ ദുർഗിലാണ് സ്ഥിതി ചെയ്യുന്നത് ഭിലായി. 1959 റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിതമായതാണ് നമ്മുടെ ഭിലായി ഇരുമ്പുരുക്ക് ശാല. അടുത്ത നമ്മൾ റൂർക്കേല ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് റൂർക്കേല, അത് ഒഡീഷയിലാണ്. റൂർക്കേല എവിടെയാ? ഒഡീഷയിലാണ്. ഒഡീഷയിലെ സുന്ദർഗഡിലാണ്. 1959 തന്നെ, വർഷം വ്യത്യാസമില്ല, സെയിം വർഷമാണ്. 59 ജർമ്മനിയുടെ സഹായത്തോടെ, സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ചതാണ് റൂർക്കേല. അടുത്തത് ദുർഗാപൂർ ഇരുമ്പുരുക്ക് ശാല സ്ഥാപിതമായത് 1962 UK സാങ്കേതിക സഹായത്തോടെ പ്രവർത്തനം ആരംഭിച്ചതാണ് ദുർഗാപൂർ. അതെവിടെയാ? പശ്ചിമ ബംഗാളിലെ ദുർഗാപൂർ തന്നെയാണ്. അടുത്തത് ബൊക്കാറോയാണ്. ബൊക്കാറോ സ്ഥാപിതമായത് 1964 അതും റഷ്യയുടെ സഹായത്തോടെയാണ്. അപ്പോൾ റഷ്യയുടെ സഹായത്തോടെ എന്തൊക്കെയുണ്ട്? ഭിലായി ഉണ്ട്, ബൊക്കാറോ ഉണ്ട്. റഷ്യയുടെ സഹായത്തോടെ രണ്ടും. ഭിലായി 1959 റഷ്യയുടെ സഹായത്തോടുകൂടിയാണെങ്കിൽ നമ്മുടെ ബൊക്കാറോ 1964 റഷ്യയുടെ സഹായത്തോടുകൂടിയാണ്. ബൊക്കാറോ ജാർഖണ്ഡിലാണ്. ഓക്കെ, അപ്പോൾ ജാർഖണ്ഡിലാണ് ബൊക്കാറോ. അപ്പോൾ ഈ സ്ഥലങ്ങൾ ഇത് എവിടെയാണ്, ഏത് സംസ്ഥാനത്താണ്, ഏത് രാജ്യത്തിൻ്റെ സഹായത്തോടുകൂടിയാണ്, ഏത് വർഷമാണ് എന്നത് കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവിടെ ഒരു മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ കഴിയും. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ പോകുന്നത് സയൻസിലേക്കാണ്. നമ്മൾ പോകുന്നത് നമ്മുടെ മസിൽസിലേക്കാണ്. നമ്മുടെ ശരീരത്തിൽ നമുക്ക് പ്രധാനമായിട്ടും 3 തരത്തിലുള്ള പേശികൾ അല്ലെങ്കിൽ മസിലുകളുണ്ട്. അതിൽ ഒന്നാമത്തത് അസ്ഥിപേശിയാണ്. അസ്ഥിപേശിയുണ്ട്, മിനുസപേശിയുണ്ട്, ഹൃദയപേശിയുണ്ട്. അപ്പോൾ അസ്ഥിപേശി അല്ലെങ്കിൽ രേഖാങ്കിത പേശി എന്ന് മറ്റൊരു പേരുണ്ട്. രേഖാങ്കിത പേശി അഥവാ അസ്ഥിപേശി. അപ്പോൾ അതിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അസ്ഥിപേശിയുടെ സവിശേഷത എന്താ? അസ്ഥിപേശി എന്താ സവിശേഷത? അസ്ഥികളുമായി ചേർന്ന് കാണപ്പെടുന്നു. പേരിൽ തന്നെ ഉണ്ട് അസ്ഥികൾ. അസ്ഥികളുമായി ചേർന്ന് കാണപ്പെടുന്നു. സിലിണ്ടർ ആകൃതിയിലുള്ള കോശങ്ങളാണ്. ഇവിടെ കാണാം, സിലിണ്ടർ ആകൃതിയിലുള്ള കോശങ്ങളാണ്. കുറുകെ വരകൾ കാണപ്പെടുന്നു. നിങ്ങൾക്ക് ഇവിടെ കാണാമല്ലോ, ഫോട്ടോയിൽ, ഇമേജിൽ കാണാമല്ലോ. കുറുകെ വരകൾ കാണപ്പെടുന്നുണ്ട്. ഐച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്നു. അപ്പം മനുഷ്യൻ്റെ ഐച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്ന പേശി ഏതാണ്? അത് അസ്ഥിപേശിയാണ്, അസ്ഥി മസിലാണെന്ന് ഓർക്കുക. അടുത്തത് മിനുസപേശി അഥവാ രേഖാശൂന്യ പേശി എന്ന് പറയും. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്താ? ഒന്ന്, ആമാശയം, ചെറുകുടൽ തുടങ്ങിയ ആന്തര അവയവങ്ങളിലും രക്തക്കുഴലുകളിലും കാണപ്പെടുന്ന പേശികളാണ് മിനുസപേശി എന്ന് പറയുന്നത്. സ്പിൻഡിൽ ആകൃതിയിലുള്ള കോശങ്ങളാണ്. അതുപോലെ കുറുകെ വരകളില്ല. അനൈച്ഛിക ചലനങ്ങളാണ് സാധ്യമാക്കുന്നത്. ഐച്ഛിക ചലനങ്ങൾ ഏതായിരുന്നു നമ്മൾ പറഞ്ഞത്? അസ്ഥിപേശിയാണ്. ഇത് അനൈച്ഛിക ചലനങ്ങളെ സാധ്യമാക്കുന്നത് മിനുസപേശിയാണ്. അടുത്തത് ഹൃദയപേശിയാണ്. ഹൃദയഭിത്തിയിൽ കാണപ്പെടുന്നു. പേരിൽ തന്നെ ഉണ്ട് ഹൃദയപേശി. അപ്പോൾ ഹൃദയഭിത്തിയിൽ കാണപ്പെടുന്നു. ശാഖകളായി പിരിഞ്ഞ കോശങ്ങളാണ്. കുറുകെ വരകൾ കാണപ്പെടുന്നു. അതും അനൈച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്നു. ഏത്? ഹൃദയപേശി. ഓക്കെയാണ് കൂട്ടുകാരെ. അപ്പോൾ 3 തരത്തിലുള്ള മസിൽസാണ്, 3 തരത്തിലുള്ള പേശികളാണ്. ഇനി അടുത്ത 9ാമത്തേലേക്ക് പോട്ടെ. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കുറച്ച് സാമൂഹിക നവീകരണ പ്രസ്ഥാനങ്ങളെയും അത് രൂപീകരിച്ച ആൾക്കാരെയും അതിൻ്റെ പ്രത്യേകത നമ്മൾ പഠിച്ചു. അപ്പോൾ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള വരുന്നതാണ്. അതിലൊന്ന് തിയോസഫിക്കൽ സൊസൈറ്റി. ആരാണ്? ആനി ബെസന്റിന്റെ അധ്യക്ഷതയിൽ സ്ഥാപിതമായിട്ടുള്ള ഒരു സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനമാണ് തിയോസഫിക്കൽ സൊസൈറ്റി. എന്തായിരുന്നു ലക്ഷ്യം? ഹിന്ദു മതത്തിൻ്റെ പുനരുദ്ധാരണത്തിനായി നിലകൊണ്ട പ്രസ്ഥാനമാണ് ആനി ബെസന്റ് അധ്യക്ഷതയിൽ അല്ലെങ്കിൽ നേതൃത്വത്തിൽ വന്ന തിയോസഫിക്കൽ സൊസൈറ്റി. അടുത്തത് ഹിതകാരണി സമാജം. ഹിതകാരണി ആരാണ്? വീരേശലിംഗം ബദുൽ അല്ലെ, വീരേശലിംഗത്തിൻ്റെ ഹിതകാരണി സമാജം വിധവാ പുനർവിവാഹത്തിനും സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനുമായി പ്രചാരണം നടത്തിയ സാമൂഹിക പ്രസ്ഥാനമാണ് നമ്മുടെ ഹിതകാരണി സമാജം, വീരേശലിംഗം. അടുത്തത് സത്യശോധക് സമാജ്. സത്യശോധക് സമാജയുടെയാ? ജ്യോതിബ ഫുലെയുടെ സത്യശോധക് സമാജം ദുരാചാരങ്ങളെയും പുരോഹിത മേധാവിത്വത്തെയും എതിർക്കുകയുണ്ടായി.
പിന്നാക്ക വിഭാഗങ്ങൾക്കായിട്ട് വിദ്യാലയങ്ങൾ ആരംഭിക്കുകയുണ്ടായി അല്ലേ. അപ്പോൾ രണ്ട് കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നാക്ക വിഭാഗങ്ങൾക്കായി വിദ്യാലയങ്ങൾ ആരംഭിച്ചു, ദുരാചാരങ്ങളെയും പുരോഹിത മേധാവിത്വത്തെയും എതിർത്തു. ആരാ? ജ്യോതിബ ഫുലെയാണ്. സത്യശോധക് സമാജം മറക്കണ്ട. അടുത്തത് സ്വാഭിമാന പ്രസ്ഥാനം. സ്വാഭിമാന പ്രസ്ഥാനം ആരുടെയാ? EV രാമസ്വാമി നായിക്കർ. നമുക്കറിയാം വൈക്കം പെരിയൂർ എന്നൊക്കെ അറിയപ്പെട്ട EV രാമസ്വാമി നായിക്കരുടെ സ്വാഭിമാന പ്രസ്ഥാനമാണ്. ബ്രാഹ്മണ മേധാവിത്വത്തെയും ജാതി വ്യവസ്ഥയെയും എതിർത്ത പ്രസ്ഥാനമാണ് സ്വാഭിമാന പ്രസ്ഥാനം എന്ന് പറയുന്നത്. അടുത്തത് ലാസ്റ്റ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം അല്ലെ, SNDP. ആരാ? ശ്രീനാരായണ ഗുരുവാണ്. ജാതി വ്യവസ്ഥയെയും ദുരാചാരങ്ങളെയും എതിർത്തു, പിന്നാക്ക ജനവിഭാഗങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്കായി നിലകൊണ്ടു എന്നുള്ളതാണ് ശ്രീനാരായണ ഗുരു നേതൃത്വം കൊടുത്ത ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിന് പ്രധാനപ്പെട്ട സവിശേഷതകൾ അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെയാണ് കൂട്ടുകാരെ. ബാക്കി മുമ്പത്തെ ഓർത്തിരിക്കുക. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ബാക്കിയുള്ളത് പഠിച്ചിരുന്നു. അപ്പോൾ ഇതിൽ ഇതും കൂടെ ആയപ്പോൾ ഇത് കംപ്ലീറ്റ് ആയി. യെസ്. ഇനി നമ്മൾ 10ാമത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ പാഠപുസ്തകത്തിൽ ചില പദ്ധതികൾ തന്നിട്ടുണ്ട്. പ്രധാനമായിട്ടും വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട്, സാമൂഹിക ഇതുമായി ബന്ധപ്പെട്ട്, നീതിയുമായി ബന്ധപ്പെട്ട് കുറച്ച് പ്രധാനപ്പെട്ട പദ്ധതികളും അതിൻ്റെ ലക്ഷ്യങ്ങളുമാണ് ഇവിടെ തന്നിരിക്കുന്നത്. അതിൽ ആദ്യം നമ്മൾ പോകുന്നത് ICDS പ്രോഗ്രാമിലേക്കാണ്. ICDS എന്താ? സംയോജിത ശിശു വികസന സേവന പരിപാടി. അതാണ് ICDS എന്ന് പറയുന്നത്. ഈ ICDSന്റെ ലക്ഷ്യം എന്താ? ഇത്രയേ ഉള്ളൂ. 6 വയസ്സുവരെയുള്ള ശിശുക്കളുടെ സമഗ്ര വികസനമാണ് ICDS പദ്ധതി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഗർഭിണികളുടെയും മുലയൂട്ടുന്ന അമ്മമാരുടെയും ആരോഗ്യ പരിപാലനം. അപ്പോൾ ഗർഭിണികൾ, മക്കളായി കഴിഞ്ഞാൽ മുലയൂട്ടുന്ന അമ്മമാർ, 6 വയസ്സ് വരെയുള്ള കുട്ടികൾ, ഇതിന് 3 പേരെയും ചേർത്ത് വെച്ചുള്ള ഒരു പദ്ധതിയാണ് ICDS പ്രോഗ്രാം എന്ന് പറയുന്നത്, അഥവാ സംയോജിത ശിശു വികസന സേവന പരിപാടി. ഇനി അടുത്തത് സമഗ്ര ശിക്ഷാ അഭിയാൻ, SSA എന്ന് പറയും. സമഗ്ര ശിക്ഷാ അഭിയാൻ അത് SSA അതുപോലെ RMSA എന്ന് പറയുന്ന പദ്ധതികളെ സംയോജിപ്പിച്ചുകൊണ്ടാണ് സമഗ്ര ശിക്ഷാ അഭിയാൻ രൂപം നൽകിയത്. ഇതിൻ്റെ പ്രത്യേകത പ്രധാനമായും വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടതാണ്. സാർവത്രിക വിദ്യാഭ്യാസം ഹയർ സെക്കൻഡറി വരെ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് SSAയുടെ അഥവാ സമഗ്ര ശിക്ഷാ അഭിയാന ലക്ഷ്യം എന്ന് പറയുന്നത്. തുല്യതയും ഗുണനിലവാരവും വിദ്യാഭ്യാസത്തിൽ ഉറപ്പുവരുത്തുക, അതുപോലെ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം പരിപോഷിപ്പിക്കുക, SCRT അതുപോലെ ഡയറ്റ് തുടങ്ങിയ അധ്യാപക പരിശീലന കേന്ദ്രങ്ങൾ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ SSAയുടെ സമഗ്ര ശിക്ഷാ അഭിയാൻ്റെ ലക്ഷ്യമായിട്ടുള്ളത്. ഓക്കെ. ഇനി അടുത്തത് രാഷ്ട്രീയ ഉച്ചതല ശിക്ഷാ അഭിയാൻ, RUSA. അതും വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടതാണ്, ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടതാണ്. ഉന്നത വിദ്യാഭ്യാസ ലഭ്യത വർദ്ധിപ്പിക്കുക, ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഉയർത്തുക എന്നുള്ളതാണ് രാഷ്ട്രീയ ഉച്ചതല ശിക്ഷാ അഭിയാൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇനി അടുത്തത് നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് മോണിറ്ററി റിവാർഡ് സ്കീം. യുവജനങ്ങളുടെ തൊഴിൽ നൈപുണ്യം മെച്ചപ്പെടുത്തുക, തൊഴിൽ വൈദഗ്ധ്യം നേടിയവരുടെ ലഭ്യത ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് മോണിറ്ററി റിവാർഡ് സ്കീമിൻ്റെ സവിശേഷത അല്ലെങ്കിൽ പ്രത്യേകത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെയാണ് കൂട്ടുകാരെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പെട്ടെന്ന് പഠിക്കുക കേട്ടോ. യെസ്. ഇനി നമ്മൾ അടുത്തത് പോകുന്നത് PSC അടുത്തായിട്ട് ചോദിച്ച ചില പ്രീവിയസ് ചോദ്യങ്ങളിലേക്കാണ്. ആ 10 ചോദ്യം നമ്മൾ പഠിക്കാൻ വേണ്ടി പോവാണ്. ആദ്യം തന്നെ വളരെ പ്രസിദ്ധമായിട്ടുള്ള മൂഗ സിൽക്സ് ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടതാണ്? അസമുമായി ബന്ധപ്പെട്ടത്. ആസാമിൻ്റെ പ്രൊഡക്റ്റാണ് മൂഗ സിൽക്സ് എന്ന് പറയുന്നത്. മൂഗ സിൽക്സ് ആസാമുമായി ബന്ധപ്പെട്ടതാണ്. അടുത്ത GPS ഉപയോഗിച്ച് ഒരു സ്ഥലത്തിൻ്റെ സ്ഥാനം കൃത്യമായി നിർണ്ണയിക്കുന്നതിന് ഏറ്റവും കുറഞ്ഞത് എത്ര ഉപഗ്രഹങ്ങളുടെ സിഗ്നൽ ആവശ്യമാണ്? ഉത്തരം 4 ഉപഗ്രഹങ്ങളുടെ സിഗ്നൽ ആവശ്യമാണ്. അപ്പോൾ 4 ഉപഗ്രഹങ്ങളുടെ സിഗ്നൽ ഉണ്ടെങ്കിലേ നമുക്ക് GPS ഉപയോഗിച്ച് ഒരു സ്ഥലത്തിൻ്റെ സ്ഥാനം കൃത്യമായി നിർണ്ണയിക്കാൻ അറിയുകയുള്ളൂ. ഓക്കെ. അപ്പോൾ ഏറ്റവും കുറഞ്ഞത് 4 ഉപഗ്രഹങ്ങളുടെ സിഗ്നൽ ആവശ്യമാണ്. അടുത്ത ഒഡീഷയിലെ കോരാപുട്ട് ജില്ലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ടെൽ നദി ഏത് നദിയുടെ പോഷകനദിയാണ്? മഹാനദിയുടെ പോഷകനദിയാണ് ടെൽ നദി എന്ന് പറയുന്നത്. അപ്പോൾ ടെൽ നദിയുടെ ഉത്ഭവം എവിടെയാ? ഒഡീഷയിലെ കോരാപുട്ട് ജില്ലയിൽ നിന്നാണ് ടെൽ നദി ഉത്ഭവിക്കുന്നത്. ഓക്കെയാണ്. യെസ്. അടുത്തത് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ റാബി വിളയായി മാത്രം കൃഷി ചെയ്യുന്നത് ബാർലിയും പയറുവർഗവുമാണ്. ഇവിടെ ചോദ്യം എന്താ? റാബി വിളയായി മാത്രം കൃഷി ചെയ്യുന്നത് ബാർലിയും പയറുവർഗവുമാണ്. ഇനി അടുത്തത് ഇന്ത്യയിൽ മൺസൂൺ മഴ ആദ്യം ലഭിക്കുന്ന പ്രദേശം അത് പശ്ചിമഘട്ടമാണ്. ഇന്ത്യയിൽ മൺസൂൺ മഴ ലഭിക്കുന്ന ആദ്യത്തെ പ്രദേശം ഏതാ? പശ്ചിമഘട്ടമാണ്. ഇനി അടുത്തത് തിപ്പായ് മുഖ് ഡാം ഏതു രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കത്തിനു കാരണമാണ്? ഇത് നമ്മളും ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ നടക്കുന്ന വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ തർക്കത്തിന് വഴിവെക്കുന്നൊരു ഡാമാണ് തിപ്പായ് മുഖ് ഡാം എന്ന് പറയുന്നത്. ഇന്ത്യ ബംഗ്ലാദേശ്. അടുത്തത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ്? ശക്തികാന്ത ദാസ് ആണ്, എല്ലാവർക്കും അറിയാം.
ഇനി അടുത്തത് ഗോൾഡൻ റവല്യൂഷൻ, സുവർണ വിപ്ലവം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നമുക്കറിയാം ഹണി അല്ലെങ്കിൽ ഹോർട്ടിക്കൾച്ചറുമായി ബന്ധപ്പെട്ടതാണ് ഗോൾഡൻ റവല്യൂഷൻ അഥവാ സുവർണ വിപ്ലവം എന്ന് പറയുന്നത്. അടുത്തത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? നമ്മുടെ ഇന്ത്യയാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം. അതുപോലെ ഇന്ത്യൻ പ്ലാനിങ്ങിൻ്റെ ശില്പി, ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് PC മെഹലനോബിസ് ആണ് എന്നും കൂടി അറിഞ്ഞിരിക്കുക. ഇപ്പം ഇത്രയാണ് നമ്മുടെ ചോദ്യങ്ങൾ, പ്രീവിയസ് ചോദ്യങ്ങൾ. ഇനി നമ്മൾ പോകുന്നത് 2023 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളിലേക്കാണ്. ഒന്നാമത്തെ ചോദ്യം, ചെറുധാന്യങ്ങളുടെ വർഷമായി UN ആചരിച്ചത് 2023 അപ്പോൾ 2023 ചെറുധാന്യ വർഷമാണ്. അടുത്തത് 65ാമത് ഗ്രാമി പുരസ്കാരത്തിന് അർഹനായ ഇന്ത്യൻ വംശജനായ സംഗീതജ്ഞനാണ് റിക്കി കേജ് എന്ന് പറയുന്നത്. അപ്പോൾ റിക്കി കേജാണ് 65ാമത് ഗ്രാമി പുരസ്കാരത്തിന് അർഹനായ ഇന്ത്യൻ വംശജനായ സംഗീതജ്ഞനാണ് റിക്കി കേജ് എന്ന് പറയുന്നത്. അടുത്തത് 2023 ആഗോള ബുദ്ധമത ഉച്ചകോടിക്ക് വേദിയായ നഗരം ന്യൂഡൽഹിയാണ്. 2023 ആഗോള ബുദ്ധമത ഉച്ചകോടിക്ക് വേദിയായ നഗരം എവിടെയാ? ന്യൂഡൽഹിയാണ്. അടുത്തത് 19ാമത് ഏഷ്യൻ ഗെയിംസ് അത്ലറ്റിക്സിൽ ഇന്ത്യയുടെ ആദ്യ സ്വർണ്ണ മെഡൽ നേടിയത് ആരാണെന്നറിയോ? അവിനാഷ് മുകുന്ദ് സാംബ്ലെയാണ്. 3000 മീറ്റർ സ്റ്റിപ്പിൾ ചേസിലാണ് നമ്മുടെ അവിനാഷ് മുകുന്ദ് സാംബ്ലെ എന്ത് ചെയ്തത്? ആദ്യത്തെ സ്വർണ്ണ മെഡൽ നേടിയത്. മറക്കലിൻ്റെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. 19ാമത് ഏഷ്യൻ ഗെയിംസ് അത്ലറ്റിക്സിലെ ഇന്ത്യയുടെ ആദ്യ സ്വർണ്ണ മെഡലാണ്. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. ഇനി അടുത്ത് 2023 50ാം വാർഷികം ആഘോഷിക്കുന്ന ഇന്ത്യയിലെ സ്ത്രീകളുടെ സന്നദ്ധ സംഘടനയാണ് സേവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് എംപ്ലോയിഡ് വിമൻ അസോസിയേഷൻ എന്നാണ് സേവയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ സേവയാണ് 2023 50ാം വാർഷികം ആഘോഷിക്കുന്ന ഇന്ത്യയിലെ സ്ത്രീകളുടെ സന്നദ്ധ സംഘടന. ഇനി അടുത്തത്, ഇന്ത്യയിൽ ആദ്യമായിട്ട് ലിഥിയത്തിൻ്റെ വൻ നിക്ഷേപം കണ്ടെത്തിയ പ്രദേശമാണ് ജമ്മു കാശ്മീരിലെ റിയാസി ജില്ല. ജമ്മു കാശ്മീരിലെ റിയാസി ജില്ലയിലാണ് 2023 ലിഥിയത്തിൻ്റെ വൻ നിക്ഷേപം കണ്ടെത്തിയത്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു ലിഥിയത്തിൻ്റെ നിക്ഷേപം കാണുന്നത്. അത് ജമ്മു കാശ്മീരിലെ റിയാസി ജില്ലയിലാണ്, മറക്കരുത്. അടുത്ത 2023 ഫെബ്രുവരിയിൽ ഇന്ത്യ ജപ്പാൻ സായുധ സേനകൾ ജപ്പാനിൽ നടത്തിയ അഭ്യാസ പ്രകടനമാണ് ധർമ്മ ഗാർഡിയൻ. എവിടെയാ? ജപ്പാനിൽ നടത്തിയാണ്, ഇന്ത്യയിലല്ല, ജപ്പാനിൽ നടത്തി. ആരൊക്കെ? ഇന്ത്യയും ജപ്പാൻ സായുധ സേനകൾ ജപ്പാനിൽ നടത്തിയിട്ടുള്ള അഭ്യാസ പ്രകടനമാണ് ധർമ്മ ഗാർഡിയൻ എന്ന് പറയുന്നത്. അടുത്തത് 28ാമത്തത്, നീതി ആയോഗിൻ്റെ പുതിയ CEO ആയി 2023 ഫെബ്രുവരിയിൽ നിയമിതനായത് ആരാണ്? BVR സുബ്രഹ്മണ്യമാണ്. നീതി ആയോഗിൻ്റെ പുതിയ CEO ആരാണ്? BVR സുബ്രഹ്മണ്യമാണ്. അടുത്തത്, ഭൂകമ്പ ബാധിതമായ തുർക്കി, സിറിയ എന്നിവിടങ്ങളിലെ ജനങ്ങളെ സഹായിക്കാനായിട്ട് ഇന്ത്യ 2023 ഫെബ്രുവരിയിൽ ആരംഭിച്ച ദൗത്യമാണ് ഓപ്പറേഷൻ ദോസ്ത് എന്ന് പറയുന്നത്. ഓപ്പറേഷൻ ദോസ്ത് തുർക്കി, സിറിയ എന്നിവിടങ്ങളിൽ ജനങ്ങളെ, പ്രധാനമായിട്ടും ഭൂകമ്പ ബാധിതരായിട്ടുള്ള ഈ പ്രദേശങ്ങളിലെ ആൾക്കാരെ സഹായിക്കാനായിട്ട് ഇന്ത്യ 2023 ഫെബ്രുവരിയിൽ നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ദോസ്ത് എന്ന് പറയുന്നത്. ലാസ്റ്റ് ചോദ്യം, 2023 പത്മശ്രീ പുരസ്കാരം നേടിയ കേരളത്തിലെ കളരിപ്പയറ്റ് ആചാര്യൻ ആരാണ്? SDR പ്രസാദാണ് കളരിപ്പയറ്റ് ആചാര്യൻ. കുറേ പേർക്ക് മലയാളികൾക്ക് പത്മശ്രീ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ കളരിപ്പയറ്റ് ആചാര്യൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് SDR പ്രസാദാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിലെ പ്രധാനപ്പെട്ട 30 ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. നന്നായിട്ട് പഠിക്കുക. SCRT NCRT ചോദ്യങ്ങൾ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് ചോദിക്കുന്നത്. ബാക്കി ചോദ്യങ്ങൾ ഇതേപോലെ വൺ വേർഡ് ആയിട്ട് തന്നെ ചോദിക്കും. അപ്പോൾ 30 ചോദ്യങ്ങളുണ്ട്. 5 മിനിറ്റ് ടൈമേ പരീക്ഷയ്ക്കുള്ളൂ. നന്നായിട്ട് എല്ലാവരും മാക്സിമം സ്കോർ ചെയ്യുക. എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. മറ്റൊരു എപ്പിസോഡായിട്ട് അടുത്ത ആഴ്ച വീണ്ടും കാണാം. ബൈ.